ഒടുവിൽ മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫഡ്നാവിസ് അധികാരത്തിലെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ കേവലം 8 മാസത്തിനുള്ളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തിയാണ് ഫഡ്നാവിസ് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നത്. BJPയേക്കാൾ RSSകാരനായ രാഷ്ട്രീയക്കാരൻ എന്നാണ് ഫഡ്നാവിസിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുക. RSSകാരനായി തുടങ്ങി പിന്നീട് കക്ഷി രാഷ്ട്രീയത്തിലേക്ക് എത്തിയ ദേവേന്ദ്ര ഫഡ്നാവിസ് സംസ്ഥാനത്തെ പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിമാരിൽ ഒരാൾ കൂടിയാണ്. RSSന്റെ ആസ്ഥാനമായ നാഗ്പൂരിൽ ജനസംഘത്തിന്റെയും പിന്നീട് BJPയുടെയും നേതാവായി മാറിയ ഗംഗാധർ ഫഡ്നാവിസിന്റെ മകനായിട്ടാണ് ദേവേന്ദ്ര ഫഡ്നാവിസ് ജനിക്കുന്നത്. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള ഇന്ദിരാ കോൺവെന്റിലായിരുന്നു വിദ്യാഭ്യാസം. എന്നാൽ അടിയന്തരാവസ്ഥയുടെ കാലത്ത് അച്ഛൻ ഗംഗാധർ അറസ്റ്റിലായതോടെ ഇന്ദിരയുടെ പേരിലുള്ള വിദ്യാലയത്തിൽ പഠിക്കില്ലെന്ന് ദേവേന്ദ്ര വാശി പിടിച്ചു. തുടർന്ന് സരസ്വതി വിദ്യാലയത്തിലേക്ക് ദേവേന്ദ്രയുടെ പഠനം മാറ്റി. പിന്നീട് 1989 ABVPയിലൂടെയാണ് ഫഡ്നാവിസ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. തന്റെ 22ാം വയസ്സിൽ നാഗ്പൂരിൽ കോർപ്പറേഷൻ ഭാരവാഹിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഫഡ്നാവിസ് 1997 27ാം വയസ്സിൽ നാഗ്പൂരിലെ മേയറായി മാറി. നാഗ്പൂരിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിരുന്നു ഫഡ്നാവിസ്. 99ലാണ് ഫഡ്നാവിസ് നിയമസഭയിലേക്ക് ആദ്യമായി മത്സരിച്ച് വിജയിക്കുന്നത്. 2014 മഹാരാഷ്ട്രയിലെ ആദ്യത്തെ BJP മുഖ്യമന്ത്രിയായി ഫഡ്നാവിസ് മാറി. രാജ്യത്തിനുള്ള നാഗ്പൂരിന്റെ സമ്മാനമാണ് ദേവേന്ദ്ര എന്നായിരുന്നു അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത്. അനുയായികളും മാധ്യമങ്ങളുമാകട്ടെ ആധുനിക ചാണക്യൻ എന്നാണ് ഫഡ്നാവിസിനെ വിളിച്ചു പോന്നത്. മഹാരാഷ്ട്രയിൽ ശക്തമായിരുന്ന സഖ്യകക്ഷി കൂടിയായിരുന്ന ശിവസേനയെ പിളർത്തി മഹാരാഷ്ട്രയുടെ അധികാര കസേരയിലേക്ക് എത്താൻ ഫഡ്നാവിസിന് കഴിഞ്ഞു. ഇടയ്ക്ക് മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് മുന്നണി മര്യാദയുടെ പേരിൽ മാറ്റി നിർത്തപ്പെടേണ്ടി വന്നപ്പോഴും ഫഡ്നാവിസ് ക്ഷമയോടെ കാത്തിരുന്നു. 2014 മോദി തരംഗത്തിനൊപ്പം അന്ന് BJP അധ്യക്ഷനായിരുന്ന ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ ജനപ്രിയതയും മഹാരാഷ്ട്രയിൽ വോട്ടുകളായി മാറി. സഖ്യകക്ഷിയായ ശിവസേനയ്ക്കൊപ്പം അന്ന് BJP അധികാരത്തിലേറി. ഫഡ്നാവിസ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി മാറി. 2019 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചെങ്കിലും മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള തർക്കത്തിന് പിന്നാലെ ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ സഖ്യത്തിൽ നിന്ന് പിന്മാറി. ഇതോടെ പരുങ്ങലിലായ ഫഡ്നാവിസ് NCP നേതാവ് അജിത് പവാറിന്റെ പിന്തുണയോടെ 2019 വീണ്ടും മുഖ്യമന്ത്രിയായെങ്കിലും 3 ദിവസത്തിനുള്ളിൽ രാജിവെക്കേണ്ടി വന്നു. പിന്നീട് ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCPയുടെ പിന്തുണയോടെ ശിവസേന അധികാരത്തിലെത്തുകയും ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. 2022 ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെ പാർട്ടി പിളർത്തുകയും BJPക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ ദേവേന്ദ്ര ഫഡ്നാവിസ് തന്നെ മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ BJP കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ഫഡ്നാവിസ് ഉപമുഖ്യമന്ത്രി സ്ഥാനം സ്വീകരിക്കുകയും ഷിൻഡെ മുഖ്യമന്ത്രിയാവുകയുമായിരുന്നു. കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് ഫഡ്നാവിസ് ഷിൻഡെ സഖ്യത്തിന് ലഭിച്ചത്. 48 സീറ്റുകളിൽ സഖ്യം മത്സരിച്ചെങ്കിലും 17 സീറ്റുകളിൽ മാത്രമാണ് മഹായുതി സഖ്യം വിജയിച്ചത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 285 സീറ്റിൽ 234 സീറ്റും നേടി മഹായുതി അധികാരത്തിലേറി. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ RSSന്റെ പിന്തുണയോടെയാണ് ഫഡ്നാവിസ് വീണ്ടും മുഖ്യമന്ത്രിയാവുന്നത്. സഖ്യകക്ഷി നേതാക്കളായ ഏക്നാഥ് ഷിൻഡെയ്ക്കും അജിത് പവാറിനും ഉപമുഖ്യമന്ത്രി സ്ഥാനവും നൽകാൻ സഖ്യം തീരുമാനിച്ചു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും 2019 ആവർത്തിക്കാതിരിക്കാൻ ഫഡ്നാവിസ് തന്റെ ഓരോ ചുവടുകളും ശ്രദ്ധയോടെയാണ് വെക്കുന്നത്. ഫഡ്നാവിസിന്റെ ജാഗ്രത എത്രത്തോളം പുതിയ സർക്കാരിനെ മുന്നോട്ട് നയിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്.